നവജാത ശിശുക്കളെ കുളിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൊച്ചി VPS ലേക്ഷോർ ഹോസ്പിറ്റലിലെ നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി സുധാകരൻ വിശദീകരിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ പേടിയാണ്, പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ. ഇന്നത്തെ ഫാമിലി ഡോക്ടർ അതാണ് പറയുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു അംബലിക്കൽ കോഡ് നന്നായിട്ട് ഉണങ്ങുന്ന ഒരു 7 to 10 ഡേയ്സ് ആ ഒരു ഇതിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിപ്പിച്ച് തുടങ്ങാം കുഞ്ഞിനെ. അപ്പോൾ കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ എപ്പോഴും കെയർ അംബലിക്കൽ കോഡ് റീജിയൻ്റെ അവിടെ നമുക്ക് എപ്പോഴും ഒരു കെയർ വേണം. അതെപ്പോഴും ഡ്രൈ ആക്കി വേണം വെക്കാനായിട്ട്. നമുക്ക് ഒരു നോർമൽ കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുഞ്ഞിന് ഒരു സിമ്പിൾ മസാജ്, അത് ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള ഒരു കാര്യമാണ് ഈ ഓയിൽ മസാജ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ബേബി സോപ്പ്, നമ്മൾ യൂഷ്വലി ഇപ്പോൾ IAPയും WHO റെക്കമെൻഡ് ചെയ്യുന്ന സിൻഡറ്റ് ബേബി ബാർ, അതായത് പതയാത്ത സോപ്പാണ്. അത് കുഞ്ഞിൻ്റെ സ്കിൻ pH അനുസരിച്ചിട്ട് വേണം. അപ്പോൾ അധികം പതയാൻ പാടില്ല ആ സോപ്പ്. അതാണ് ബേബിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സിമ്പിൾ മൈൽഡ് നോൺ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ബേബി ലോഷനും യൂസ് ചെയ്യാം. ഇത്രയും കാര്യം നമുക്ക് ബേബിക്കായിട്ട് യൂസ് ചെയ്യാം. വേറെ ഈ പയറ് പൊടിയും അങ്ങനത്തെ ഐറ്റംസ് വേറെ ഒന്നും ബേബിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ കുഞ്ഞിൻ്റെ സ്കിന്നിന് ഹാഷാണ്. അവരുടെ തൊലി കട്ടിയായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇൻഫെക്ഷൻസ് ആക്ച്വലി കൂട്ടും, തൊലി പൊട്ടും, റാഷസും കൂടും. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ബേബി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് പെരിനിയൽ റീജിയൻ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വേറെ ഇയേഴ്സിൻ്റെ ഉള്ളിൽ മൂക്കിൻ്റെ ഉള്ളിൽ അതൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. തലയും നമുക്ക് അതേപോലെ തന്നെ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.